ശ്ലോകം 3. അഭക്തന്മാരുടെ കർമ്മഗതി എന്താണ്? അവരൊക്കെ കർമ്മഠന്മാരായിരിക്കും. കർമ്മഠന്മാർ നന്നായിട്ട് കർമ്മം ചെയ്യും, പക്ഷേ ഭക്തിയില്ല. ധാരാളം പണം ചെലവാക്കും, ഭക്തിയില്ല. ഭഗവാന് ഭക്തിയുള്ളവരെയാണ് വേണ്ടത്. അങ്ങനെയുള്ള ആൾക്കാരിൽ നമുക്ക് 2 കൂട്ടരെ മാറ്റി നിർത്തണം. അതാണ് ആദ്യം തന്നെ ചമസം പറയുന്നത്. സ്ത്രീ ശൂദ്രാദി, സ്ത്രീകളും ശൂദ്രന്മാരും. 450 കൊല്ലം മുമ്പ് എഴുതിയതാണിത്, ഓർമ്മ വേണം. അന്ന് സ്ത്രീകളെ ഒന്നും മുമ്പ് ഇതിലേക്ക് വരാൻ സമ്മതിക്കില്ല. എവിടെ പൂജയുണ്ടായിരിക്കൊന്നും വരാൻ സമ്മതിക്കില്ല. അങ്ങനെയാണ്. ശൂദ്രന്മാരും അതുപോലെ തന്നെ. അവർക്ക് പരിചര്യാത്മകം കർമ്മ, അതിന് ചെയ്യുമ്പോൾ ഇതിനൊന്നും സമയമില്ല. കഥകൾ നടത്തുന്നുണ്ടോ അവിടേക്ക് വരാൻ സമ്മതിക്കില്ല. വരണമെന്ന് വിചാരിച്ചാലും സമ്മതിച്ചാലും അതിനുള്ളതായ സൗകര്യമില്ല. ത്വൽകഥാദി ശ്രവണവിരഹിതാഹ. ഹേ ഭഗവൻ, അങ്ങയുടെ കഥ, അങ്ങയുടെ ഭജനകൾ മുതലായത് അവർക്ക് പറഞ്ഞിട്ടേയില്ല. വിരഹിതാഹ, അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരാണ് അവർ, സ്ത്രീകളും ശൂദ്രന്മാരും. അവരുടെ കുറ്റമല്ല, സമൂഹം അവരെ സമ്മതിക്കുന്നില്ല. ബ്രാഹ്മണന്മാരെ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മേൽപ്പത്തൂര് തന്നെ ബ്രാഹ്മണനാണല്ലോ. അദ്ദേഹം അത് പറയുന്നുണ്ട്, ഒടുവിൽ പറയുന്നുണ്ട്. ശ്രീശൂദ്രാസ്ത്വൽകഥാദി ശ്രവണവിരഹിതാഹ. അവർക്ക് ഭഗവത് കഥ കേൾക്കാൻ സഹായിക്കുന്നില്ല, ആ പൂജകളിൽ പങ്കെടുക്കാൻ സഹായിക്കുന്നില്ല. ആസതാം, ആ കാര്യം അവിടെ ഇരിക്കട്ടെ. അതാണ് ആസതാം, അതിരിക്കട്ടെ. എന്താണ്? ഇപ്പോൾ അതെടുത്താൽ മറ്റുള്ളവരെല്ലാവരും കൂടി ഇളകും. അതാണ്, മേൽപ്പത്തൂർ ഒറ്റയ്ക്കാവും. അതുകൊണ്ടാണ് അതിനങ്ങ് മാറ്റിവെച്ചത്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അതിപ്പോൾ. തേ ദയാർഹാഹ, എനിക്ക് അത്രേ പറയാനുള്ളൂ. അവർ ദയ അർഹിക്കുന്നവരാണ്. അവരെയും ഈ പൂജകളിൽ പങ്കെടുക്കാനും ഭഗവത് കഥകൾ കേൾക്കാനും സമ്മതിക്കേണ്ടതാണ് എന്ന് 450 കൊല്ലം മുമ്പ് അദ്ദേഹം പറഞ്ഞു. മെല്ലെ 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 വന്നു ഇല്ലേ? ഇന്നിപ്പോൾ അധികം കേൾക്കുന്നവരെ അവരാണ്, അധികം കേൾക്കുന്നത് അവരാണ്, സ്ത്രീകളും ശൂദ്രന്മാരും. എന്തായാലും അന്നത്തെ സ്ഥിതിയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. തേ ദയാർഹാഹ, അവർ ദയ അർഹിക്കുന്നു. പക്ഷേ എനിക്ക് അവരെക്കുറിച്ചല്ല ചിന്ത. ത്വൽപാദ ആസന്നയാതാൻ ദ്വിജകുലജനുഷ, അങ്ങയുടെ പാദത്തിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. അതായത് ശ്രീകോവിലിൻ്റെ ഉള്ളിൽ കടന്ന് പൂജകൾ ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് ബ്രാഹ്മണർ. ദ്വിജകുലജനുഷ, ബ്രാഹ്മണ ജന്മം നേടിയവർ, ബ്രാഹ്മണ വർഗത്തിൽപ്പെട്ടവർ, അവർ പോലും ഇതിനു വേണ്ടി വരുന്നില്ല. ഹന്ത ശോചാമി, ഞാൻ അതുകൊണ്ട് ഞാൻ ദുഃഖിക്കുന്നു. എന്തുകൊണ്ട്? അശാന്താൻ, അവർ അശാന്തന്മാരാണ്. ഒരിക്കലും അവരുടെ മനസ്സിന് ശാന്തി ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. ബ്രാഹ്മണർ പൂജാദികൾ ചെയ്യില്ല, ഉണ്ട്. വൃത്യർത്ഥം തേജന്ത, കാലം ഇതണ്ടേ, കാലയാപനം എന്ന് പറയും. വയറ്റുപഴപ്പിനെ എന്തൊക്കെ ചെയ്യണ്ടേ, അതിനുവേണ്ടി വരികയാണ്. വൃത്യർത്ഥം തേജന്ത, തൻ്റെ കാലയാപനത്തിന് വേണ്ടി അവർ വരുന്നു. അതിന് പണം വേണമല്ലോ, അതിനുവേണ്ടി വരികയാണ്. അതിനുവേണ്ടി പൂജാതി കർമ്മങ്ങൾക്ക് വരുന്നു. അല്ലാണ്ട് ഭഗവാനിൽ ഭക്തി ഉണ്ടായിട്ടില്ല. ഇത് പൂജ ചെയ്യുന്ന ആൾക്കാരും അതെ, അല്ലാത്ത ആൾക്കാരും
അല്ലാത്ത ആൾക്കാരും ഭക്തി ഇല്ലാത്ത ആൾക്കാരെ, ധാരാളം പണമുള്ളവരെ വരുന്നു, പലതരത്തിലുള്ള യാഗങ്ങൾ ചെയ്യണു. ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയല്ല, പേര് കിട്ടാൻ വേണ്ടി. പണം, പദവി, പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ്. ഒരു കൂട്ടർ പണത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നു, വേറൊരു കൂട്ടർ ആൾക്കാരെ തങ്ങളെ സ്തുതിക്കണം, ആ പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുന്നു. വൃത്തിയർത്ഥം തേ യജന്ത, ജീവിതം കഴിച്ചു കൂട്ടാൻ വേണ്ടി, അതാണ് വൃത്തിയർത്ഥം. അതിനു വേണ്ടിയാണ് അവർ യാഗാദി കർമ്മങ്ങൾ ചെയ്യുന്നത്. ബഹുകഥിതമവി ത്വാം അനാകർണയന്ത, വേദങ്ങളിലും മറ്റും എത്രയാണ് അവരോട് വീണ്ടും വീണ്ടും പറയുന്നത്, നിങ്ങൾ ശ്രേഷ്ഠമായിട്ടുള്ളതായ ബ്രാഹ്മണ ജന്മം കിട്ടിയവരാണ്, ശ്രീകോവിൻ്റെ ഉള്ളിൽ കയറി ഭജിക്കാൻ സാധിക്കുന്നവരാണ്, പൂജ ചെയ്യാൻ സാധിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ല. അനാകർണയന്ത, ആചാര്യന്മാർ പറഞ്ഞതും കേൾക്കുന്നില്ല, വേദങ്ങളിൽ പറഞ്ഞതും അവർ ശ്രദ്ധിക്കുന്നില്ല, കേട്ടതായിട്ട് നടിക്കുന്നില്ല. അനാകർണയന്ത. എന്നാലോ ദൃപ്താഹ, അഹങ്കരിക്കണം. എന്തു പറഞ്ഞിട്ട് അഹങ്കരിക്കണം? ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ആഢ്യനാണ് എന്ന് പറഞ്ഞ് അഹങ്കരിക്കണം. ഞാൻ ധനികനാണ്, ഞാൻ പണ്ഡിതനാണ്. ദൃപ്താഹ വിദ്യാഭിജാത്യൈ, വിദ്യ മൂലം, പഠിപ്പ് മൂലവും ആഭിജാത്യങ്ങളെ, ഉന്നത കുലത്തിൽ ജനിച്ചത് ആഭിജാത്യം. വിദ്യാഭിജാത്യൈ കിമുന വിദധതേ, അവരെന്തെന്ത് ചെയ്യുന്നില്ല, എല്ലാം ചെയ്യുന്നു. ആ ഭക്തന്മാരായ അവർ പലതും ചെയ്യുന്നു, ഭക്തി മാത്രമില്ലാത്തവർ. ഭഗവാനെ താദൃശം മാകൃതാ മാം താദൃശം മാകൃതാഹ, എന്നെ അങ്ങനെ ആക്കരുതേ, ഞാനും ഒരു ബ്രാഹ്മണനാണ്. അപ്പം എന്നെ ആ കൂട്ടത്തിൽ പെടുത്തരുതേ, ആ വിധത്തിൽ എൻ്റെ മനസ്സിനെ അങ്ങോട്ട് ചലിപ്പിക്കരുതേ. എനിക്ക് ഒന്നും ആഗ്രഹമില്ലാതെ കണ്ട് ഭഗവത് പൂജ ചെയ്യാൻ സാധിക്കണമേ, അതിനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് മേൽപ്പത്തൂർ ആദ്യം പറഞ്ഞു. സാധിക്കാത്ത ജനങ്ങളെക്കുറിച്ച് ദുഃഖമുണ്ട് എന്നാദ്യം അറിയിച്ചിട്ടാണ് സ്ത്രീകളെക്കുറിച്ചും ശൂദ്രന്മാരെക്കുറിച്ചും. അവർ പലർക്കും ഭഗവാനെ ഭജിക്കണമെന്നും ഭഗവാന്റെ കഥകളെക്കുറിച്ച് കേൾക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അവരെ സമ്മതിക്കുന്നില്ല. 1, 2 സമ്മതിച്ചാലും അവർക്ക് പോകാൻ സാധിക്കുന്നില്ല, മറ്റു പണികൾ ഉള്ളതുകൊണ്ട്. പരിചര്യാത്മകം കർമ്മമാണ് അവർ ചെയ്യേണ്ടത്. അപ്പം അവരുടെ കാര്യം ഞാൻ ഇപ്പോൾ ഇവിടെ എടുക്കുന്നില്ല, അസതാം, ആ കാര്യം അവിടെ ഇരിക്കട്ടെ. അങ്ങയുടെ അടുത്ത് ആ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ കയറി പൂജിക്കാൻ കഴിവുള്ള ത്വൽപാദാസന്നയാതാൻ, ഭഗവത്പാദങ്ങളുടെ അടുത്ത് വരിക എത്തിയിട്ടുള്ള ആൾക്കാരെ ശ്രദ്ധ വയ്ക്കുന്നില്ല. അവർ വൃത്തിയർത്ഥം തേ യജന്ത, കാലയാപനത്തിന് വേണ്ടി, എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതം കഴിച്ചു കൂട്ടണമല്ലോ, അതിനുവേണ്ടിയുള്ള പണം നേടാൻ വേണ്ടി അവർ ചെയ്യുന്നു. ഇങ്ങനെ ആവരുത്. ബ്രാഹ്മണന്മാർ വിദ്യ നേടേണ്ടവരാണ്, വിദ്യ പഠിപ്പിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്താലും ത്വാം അനാകർണയന്ത, അവർ കേൾക്കുന്നതേ ഇല്ല. എന്നോടാണ് ഇപ്പോൾ പറയാൻ വരുന്നത്. ഞാൻ പണ്ഡിറ്റാണ്, ഇതെല്ലാം പഠിച്ചിട്ടുള്ളവനാണ് എന്നൊക്കെ അഹങ്കരിക്കണു. ദൃപ്താഹ, എന്തൊക്കെ കൊണ്ട് അഹങ്കരിക്കണു? വിദ്യ,
പല തരത്തിലുള്ള പഠിപ്പുകളെ കൊണ്ട് ആഭിജാത്യൈഹി ഉന്നത കുലത്തിൽ ജനിച്ചതുകൊണ്ട് കിമുന വിധസതൈ എന്തെന്ത് ചെയ്യുന്നില്ല. അപ്പോഴാണ് തന്നെക്കുറിച്ച് ഓർമ്മ വന്നത്. ഞാനും ഒരു ബ്രാഹ്മണനല്ലേ, അപ്പോൾ എന്നെ ആ കൂട്ടത്തിൽ പെടുത്തരുതേ. താദൃശം മാ കൃത മാം എന്നെ താദൃശം മാ കൃതാഹ അപ്രകാരം ആക്കി തീർക്കരുതേ, അവരെ പോലെ മനസ്സ് വരരുതേ.